ഈശോമിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നാം സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ശ്രമിച്ച തിരുവചനങ്ങളെ കുറിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. ഒന്നാമത്തെ വായനയിൽ എപ്രകാരം മോശ ഇസ്രായേലിന്റെ മധ്യത്തിൽ സമാഗമ കൂടാരം സ്ഥാപിച്ചുവെന്നും അതില് സാക്ഷ്യ പേടകം വച്ചുവെന്നും നാം വായിച്ചു. സമാഗമ കൂടാരത്തിലാണ് മോശ ദൈവജനത്തോടൊപ്പം ദൈവത്തെ സന്ധിച്ചിരുന്നത്, ദൈവത്തെ കേട്ടിരുന്നത്. പലപ്പോഴും മോശക്കാണ് ദൈവം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അരുളപ്പാടുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ സമാഗമ കൂടാരം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐക്യത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. അവരെ കൊണ്ട് ജനമാക്കി തീർത്ത ഒരു ഘടകം. ഈ സമാഗമ കൂടാരത്തിലെ സാക്ഷ്യ പേടകത്തിൽ ദൈവം നൽകിയ ഉടമ്പടിയുടെ ഫലകങ്ങൾ സ്ഥാപിച്ചു. എന്ന് വെച്ചാൽ 10 കൽപ്പനകളുടെ ഫലകങ്ങൾ. ഈ നിയമമാണ് അവരെ ദൈവത്തിന്റെ ജനമാക്കി നിലനിർത്തിയിരുന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ അവർ സമാഗമ കൂടാരത്തിന്റെ മുന്നിൽ സമ്മേളിക്കുവാനായിരുന്നു. രണ്ടാമത്തെ വായന എബ്രായർക്കുള്ള ലേഖനത്തിൽ നിന്നാണ് നമ്മൾ കേട്ടത്. ഈ എബ്രായർക്കുള്ള ലേഖനത്തിൽ കർത്താവ് എപ്രകാരം പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. എന്നേക്കുമായി നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചവൻ, നമ്മെ ദൈവത്തോട് അനുരഞ്ജിതരാക്കിയവൻ, രമ്യപ്പെടുത്തിയവൻ, അവനാണ് കർത്താവായ ഈശോമിശിഹ. ആ ഈശോമിശിഹായുടെ വിശ്വസിക്കുന്നവരാണ് പുതിയ നിയമത്തിലെ ദൈവജനമായ തിരുസഭ. ഈ സഭയിൽ കർത്താവിന്റെ സാന്നിധ്യവും പ്രവർത്തനവും ഉണ്ട് എന്ന് നമുക്കറിയാം. സുവിശേഷത്തിൽ കർത്താവ് സാബത്തിൽ നന്മ ചെയ്യുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. സാബത്ത് ലംഘിക്കുന്നവൻ നന്മ ചെയ്യാൻ വേണ്ടി പോലും പ്രവർത്തിക്കരുതെന്നായിരുന്നു ഇസ്രായേൽക്കാരുടെ അല്ലെങ്കിൽ യഹൂദരുടെ നിയമം. കർത്താവിനെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്, ദേവാലയത്തെക്കാൾ വലിയവൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന്. അപ്പോൾ ആലയം എന്ന് പറയുന്നത് കർത്താവായ ഈശോയിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവാരാധനയിലൂടെ ദൈവജനമായി രൂപപ്പെടുവാനുള്ള സ്ഥലമാണ്. ഈ ദേവാലയത്തിൽ ഇപ്പോഴുള്ള ഈ ശുശ്രൂഷയിലൂടെയും നമ്മൾ ദൈവജനമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയുടെ ആക്രമണവും അതിനോടനുബന്ധിച്ചുള്ള ആരാധനകളും പ്രാർത്ഥനകളും സഭാജീവിത ശൈലിയുമെല്ലാം വളരെ വിലപ്പെട്ടതാണ്. ഇപ്രകാരമുള്ള ആരാധനാ രീതികൾ വൈവിധ്യമാർന്ന രീതിയിൽ കത്തോലിക്ക തിരുസഭയിലുണ്ട്. കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് 23 വ്യക്തി സഭകളുടെ ഒരു ഐക്യമാണ്, ഒരു കൂട്ടായ്മയാണ്. അതിൽ ലത്തീൻ സഭയാണ് എണ്ണം കൊണ്ടും അതിന്റെ മറ്റു വിവിധ പ്രവർത്തനങ്ങൾ കൊണ്ടും സഭ ലോകത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. എന്നാൽ മറ്റ് 22 പൗരസ്ത്യ സഭകളും അതതിൻ്റെതായ പാരമ്പര്യങ്ങളോടും ജീവിത ശൈലികളോടും കൂടെ സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുന്നു. അങ്ങനെയുള്ള 22 പൗരസ്ത്യ സഭകളിൽ യുക്രൈനിയൻ സഭയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സഭ. 45 ലക്ഷത്തോളം എന്ന് വെച്ചാൽ 4.5 മില്യൺ വിശ്വാസികളുള്ള ഒരു സഭയാണ്. അത് കഴിഞ്ഞാൽ പൗരസ്ത്യ സഭകളിലെ സീറോ മലബാർ കത്തോലിക്ക സഭയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഈ സഭയിലെ
വിശ്വാസികളായിട്ടുള്ളവർ ഈ ആരാധനാ സമൂഹത്തിൽ ഒരു നല്ല പങ്കുണ്ട് എന്ന് എനിക്കറിയാം. 4 മില്യൺ കാത്തലിക്സ് ആണ് സിറോ മലബാർ കത്തോലിക്ക സഭയിൽ ഉള്ളത്. ഓരോ വ്യക്തി സഭയ്ക്കും അതിൻ്റെതായ ആരാധന ക്രമവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രീതി, അതുപോലെ തന്നെ വിശ്വാസ പരിശീലന പദ്ധതികളും വേദ ഉപദേശമെന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് ഇന്ന് അതിലേറെ വ്യാപകമായ ഒരു വിശ്വാസ പരിശീലന പദ്ധതി സഭാമക്കളെ കത്തോലിക്ക വിശ്വാസത്തിൽ അതത് സഭകളുടെ പാരമ്പര്യം അനുസരിച്ച് സഭാജീവിതത്തിലേക്ക് പരിശീലിപ്പിക്കുന്ന ആ പദ്ധതിക്കാണ് വിശ്വാസ പരിശീലന പദ്ധതി എന്ന് പറയുന്നത്. സിറോ മലബാർ സഭയ്ക്ക് അതിൻ്റെതായ വിശ്വാസ പരിശീലന പദ്ധതിയുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയോട് ചേർന്ന് പോകുന്ന കൂതാശകളുടെ പരികരണത്തിന്റെ രീതികളുണ്ട്. കൂതാശകളുടെ പരികരണത്തിലെ പ്രത്യേക രീതികളിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് മാമോദീസായും തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും ഒന്നിച്ചാണ് സിറോ മലബാർ സഭയെ പരികരണം ചെയ്യുന്നത്. അത് സഭയുടെ പാരമ്പര്യമാണ്. അത് അപ്രകാരം വേണമെന്ന് സാർവത്രിക സഭ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സഭയുടെ ഭരണരീതിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവും വൈദികരോടൊപ്പം വളരെയേറെ പങ്കാളിത്തമുള്ള ഒരു സഭയാണ് സിറോ മലബാർ കത്തോലിക്ക സഭ. ആത്മായുടെ പൊതുയോഗങ്ങൾ, കമ്മിറ്റി യോഗങ്ങളെല്ലാം വൈദികരോട് ചേർന്ന് ഇടവകളിൽ പ്രവർത്തിച്ച് സഭയെ കൂട്ടായ്മയാക്കി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സഭയുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒന്നാണ് കുടുംബ പ്രാർത്ഥന. ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ശൈലി സിറോ മലബാർ സഭ നൽകുന്നുണ്ട്. മറ്റൊന്ന് സിറോ മലബാർ സഭയുടെ തിരുനാൾ ആഘോഷങ്ങളാണ്. തിരുനാൾ ആഘോഷങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ തിരുനാളുകൾക്കാണ് സിറോ മലബാർ സഭ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുശേഷം മാത്രമേ വിശുദ്ധന്റെ തിരുനാളുകളുള്ളൂ. വിശുദ്ധന്റെ തിരുനാളുകളിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളുകൾ പ്രാധാന്യമർഹിക്കുന്നു. സിറോ മലബാർ സഭയുടെ മറ്റൊരു പ്രത്യേകതയാണ് നോയമ്പാടുകൾ. 50 നോയമ്പ്, 25 നോയമ്പ്, 15 നോയമ്പ്, 8 നോയമ്പ്, 3 നോയമ്പ് എന്നിങ്ങനെയുള്ള നോയമ്പുകൾ ഈ സഭയുടെ പാരമ്പര്യത്തിൽ ഉണ്ട്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രാധാന്യം വർദ്ധിക്കുന്ന കാര്യമാണ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, അടക്ക ശുശ്രൂഷകൾ, മരിച്ചവരെ ഓർമ്മിക്കുന്ന ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകൾ, ഒഫീസുകൾ, ഇവയെല്ലാം ഈ സഭയുടെ പാരമ്പര്യത്തിൽ വളരെയേറെ ശ്രദ്ധയർഹിക്കുന്ന പ്രാർത്ഥനകളാണ്. ഇങ്ങനെയുള്ള ഈ പാരമ്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് സാർവത്രിക സഭയുടെ കൂട്ടായ്മയിൽ സിറോ മലബാർ സഭ നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കണമെന്ന് വരിക ഇപ്പോഴത്തെ ആഗോളവൽക്കരണത്തിന്റെ കാലത്തിൽ പ്രവാസികളായി ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സിറോ മലബാർ സഭ അംഗങ്ങൾക്ക് അവരുടേതായ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും അതുപോലെ തന്നെ മറ്റ് ഞാൻ പറഞ്ഞ ഘടകങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള ആ അവസരങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി സാർവത്രിക സഭയോടൊപ്പം സിറോ മലബാർ സഭയുടെ സിനഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനഡിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നമ്മുടെ സിംഗപ്പൂരിലെ ആർച്ച് ബിഷപ്പിന്റെ അനുമതിയോടുകൂടി ഇവിടെ വന്നിരിക്കുന്നു. നാളെ അദ്ദേഹത്തെ ഞാൻ സന്ദർശിക്കുന്നതുമാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇപ്രകാരമുള്ള ഓരോ സഭയുടെയും പാരമ്പര്യം അനുസരിച്ചുള്ള ആരാധനാ രീതിയും ജീവിത ശൈലിയും നമ്മൾ പരസ്പരം അംഗീകരിക്കേണ്ടതാണ്. ലത്തീൻ സഭയോടും മറ്റ് സഭകളോടും ചേർന്ന് നിന്ന് ഒരേ കൂട്ടായ്മയിൽ എന്നാൽ വ്യത്യസ്തതകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ വ്യത്യസ്തതകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവസരങ്ങൾ പരസ്പരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയുമാണ്. ഇങ്ങനെയുള്ള ഈ വ്യത്യസ്ത പാരമ്പര്യങ്ങൾക്കനുസരിച്ചുള്ള ആരാധനാ രീതികളും സംവിധാനങ്ങളും കൊണ്ടുവരുമ്പോൾ ആരും അത് അനൈക്യത്തിന്റെ ഒരു കാരണമായി എടുക്കേണ്ടതില്ല, അങ്ങനെ വീക്ഷിക്കേണ്ടതില്ല. ഒരിക്കലും അനൈക്യത്തിന് വേണ്ടി നാം ആരും നിലകൊള്ളുകയില്ലെന്ന്. പിന്നെയോ പരസ്പരം സഹായിച്ച് ഓരോ സഭയുടേതുമായ പാരമ്പര്യങ്ങളിൽ
വളരുവാൻ വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും കൊടുത്തുകൊണ്ട് നമ്മുടെ മുന്നേറും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സിറോ മലബാർ സഭ ലത്തീൻ സഭയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സിറോ മലബാർ സഭയിൽ നിന്നും പോയ 40ഓളം മെത്രാന്മാർ ഇന്ത്യയിലെ ഇന്ത്യൻ കത്തോലിക്ക സഭയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വൈദികര് സിറോ മലബാർ സഭയിൽ നിന്നും ഉള്ളവര് ലത്തീൻ കത്തോലിക്ക സഭയെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ ഈ സിംഗപ്പൂരില് സിറോ മലബാർ കത്തോലിക്ക സമൂഹത്തിന്റേതായുള്ള പാരമ്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ ഇവിടുത്തെ ആർച്ച് ബിഷപ്പും മുൻഷിയോ തിരുമേനിയും എല്ലാം നമുക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു തരും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു ആശങ്കയും വേണ്ട. കാരണം ഇത് കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ്. പരിശുദ്ധ പിതാവിന്റെ തീരുമാനം സൂര്യദോഷങ്ങൾ എടുത്തിട്ടുള്ള നടപടിക്രമമാണ്. അതുകൊണ്ട് നിങ്ങളാരും അതേക്കുറിച്ച് ആഗ്രഹപ്പെടേണ്ടതില്ല. അതിനെ ഒരുപക്ഷെ ചില നിരുത്സാഹപ്പെടുത്തലുകള് ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇത് സിറോ മലബാർ സഭാമക്കളായ നിങ്ങളുടെ സഭയിലുള്ള അവകാശമാണ്. സഭയിലുള്ള നിങ്ങളുടെ ആരാധനാ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. ഇത് നിലനിന്ന് പോകേണ്ടത് കത്തോലിക്ക സഭയുടെയും വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഈ വക കാര്യങ്ങള് സഭാപരമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടേതായ ഭാഗത്തു നിന്ന് അധികാരികളുടെ മാർഗദർശനങ്ങൾക്കനുസരിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. തീർച്ചയായും സിറോ മലബാർ സഭയുടെ സിനഡിന്റെയും എന്റെയും എല്ലാവിധ പ്രകാശങ്ങളും എല്ലാവിധത്തിലുള്ള അനുഗ്രഹ ആശസ്സുകളും നിങ്ങളോടുകൂടി തുടർന്ന് പറയുവാൻ ഈ വിശുദ്ധ പ്രധാനമന്ത്രിയെ ഞാൻ അവസരം ഉപയോഗിക്കുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നമ്മുടെ സഭ ഭാരതീയ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നമായിട്ടുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് ഈ സഭയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയും നമ്മുടെ അഭിവൃദ്ധി പിതാക്കന്മാരും പരിശുദ്ധ സിംഹാസനവും പിന്തുണരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ രീതിയിലുള്ള ഉറപ്പുകൾ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ സിംഹാസനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സഭകളുടെ സ്വഭാവത്തെ ഗ്രഹിക്കാത്തവർ, ആരാധനയുടെ വൈവിധ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാത്തവര് ചില സന്ദർഭങ്ങളിൽ ചില പ്രോത്സാഹനങ്ങളോ നിസ്സഹകരണങ്ങളോ ചെയ്തെന്ന് വരാൻ അത്ര കാര്യമായി ക്ഷമയോടുകൂടി ക്രൈസ്തവ ഐക്യയോടും നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തോടുള്ള വിധേയത്വത്തിൽ നാം പ്രവർത്തിക്കുന്നതായി അതിനുള്ള നേതൃത്വം കൊടുക്കുവാനായിട്ടാണ് തിരുസഭ ദൈവത്തിന്റെ കൃപയാലെ ഇപ്പോൾ നിയോഗിച്ചത്. അതുകൊണ്ട് ഈ സന്ദർഭത്തില് സഭയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, സഭയായി നമ്മൾ രൂപപ്പെടുന്ന ഈ ആരാധന നിർവഹിക്കുമ്പോൾ ഈ ഒരു കാര്യം അറിയിക്കുവാൻ കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സഹോദരന്മാരെ, നമ്മൾ പണ്ടുള്ള കാലത്തിലാണ് നമ്മുടെ ആരാധന അനുസരിച്ച് 9 കാലങ്ങളുണ്ട്. അതിൽ അവസാനത്തെ കാലമാണ് നവംബർ മാസത്തിൽ നാം ആചരിക്കുന്ന പള്ളി പ്രകാശനം. എന്ന് വെച്ചാൽ തിരുസഭയാകുന്ന പള്ളിയെ, തിരുസഭയാകുന്ന ദൈവജനത്തെ നമ്മുടെ കർത്താവായ പിതാവായ ദൈവത്തിന് ലോകത്തിന്റെ അവസാനത്തിൽ സമർപ്പിക്കുന്നതിനെ നമ്മൾ അനുസരിക്കും. കർത്താവായ രണ്ടാമത് വന്ന് മനുഷ്യമക്കളെ ലഭിച്ച് സഭയെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന സഭയെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന വലിയ വരാനിരിക്കുന്ന സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സന്ദർഭമാണിത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിന് നമുക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം. കർത്താവായ ഈശോ നമ്മോടൊപ്പം ഈ ബലിയർപ്പിക്കുവാനുണ്ട്. അവിടുത്തെ പിതാവിനെ സമർപ്പിക്കുകയാണ്. നമ്മുടെ നമ്മുടെ ആരാധനയുടെ ദൈവത്തിന്റെ കുർബാന എന്ന് പറഞ്ഞാൽ സമർപ്പണം. അതുകൊണ്ട് ഈ സമർപ്പണം ഇപ്രകാരം നിർവഹിച്ചുകൊണ്ട് നമ്മെ തന്നെ സഭയാക്കി രൂപവൽക്കരിക്കാം. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം ക്ഷമിക്കുന്ന കർത്താവിനോട് നമ്മൾ തന്നെ കൂടുതൽ വിശ്വസ്തതയുള്ളവരായി മുന്നേറുവാനായി നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അതിനാൽ ഈ സിംഗപ്പൂരിലുള്ള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സിറോ മലബാർ സഭയുടെ വ്യക്തിപരമായിട്ടുള്ള പാരമ്പര്യങ്ങളും വിശ്വാസ ആചരണക്രമങ്ങളും എല്ലാം ഇവിടുത്തെ അഭിമാനികളുടെയും സിറോ മലബാർ സഭയുടെ ഒക്കെ സഭകളോട് നിർവഹിക്കുവാൻ
ഒരു ആരാധനാ സമൂഹമായി ക്രമേണ ഒരു ഇടവകയായി അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോടുകൂടി വളരുമ്പോൾ ഈ സഭയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരെ അതുപോലെ തന്നെ നമ്മുടെ ഈ സിംഗപ്പൂരിലുമുള്ള എല്ലാ സഭാക്കളെയും ഒന്നിച്ച് കണ്ടുകൊണ്ടാണ് ഈ സീറോ മലബാർ സഭ മുന്നേറുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവം നമ്മെ ഒന്നായി വിളിച്ച് ഒരേ കൂട്ടായ്മയെ നിലനിർത്തിയിരിക്കുന്നു. എന്നാൽ നമുക്കുള്ള വ്യത്യസ്തതകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ പാരമ്പര്യം സഭയ്ക്ക് കൊടുക്കാൻ കഴിയും. സീറോ മലബാർ സഭയ്ക്ക് സാമ്പത്തിക കൊടുക്കുവാൻ വളരെയേറെ സംഭാവനകൾ സാധിക്കും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സഭയിൽ നിന്നും നമുക്ക് പലതും പഠിക്കുവാനുണ്ടാകും, പലതും സ്വീകരിക്കുവാനുണ്ടാകും. അങ്ങനെ പരസ്പരം സഹകരിച്ച് ശക്തിപ്പെടുത്തി ദൈവമക്കളായും നമ്മുടെ വിശ്വാസത്തെ പാലിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹത്തിന്റെ അഭിപ്രായത്തെ വളർത്തിക്കൊണ്ട് മുന്നേറുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആരുടെയും അവകാശങ്ങളോ ന്യായമായിട്ടുള്ള രീതികളോ നിക്ഷേപിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ തൽക്കാലത്തെ സാധിക്കാനും അതുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ എല്ലാവിധത്തിലുള്ള മാർഗദർശനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. തീർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുള്ള പരിശ്രമങ്ങൾ അധികാരികൾക്ക് വിധേയരായി ഇതുകൊണ്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ തിരുവചന പ്രകടനം സമാപിക്കുകയും കർത്താവിന്റെ സഭയിൽ ഈ ആരാധന നിർവഹിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും സമർപ്പിക്കുകയാണ്. അവരെ ഈ ആഗോളവൽക്കരണത്തിൽ വിശ്വാസത്തിൽ